നമുക്ക് ഏറ്റവും വലിയ പണി തരുന്നതും അവരായിരിക്കും. നിങ്ങളെ ഒരാൾ ചതിച്ചു എന്നതിനർത്ഥം നിങ്ങൾ മോശക്കാരനാണ് എന്നതല്ല. ചിലപ്പോൾ നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്നത് നമ്മുടെ ശത്രുക്കളാകില്ല, നമ്മളെ ഏറ്റവും വിശ്വസിച്ചവരാകും, അല്ലേ? നമ്മൾ ചിലരോട് എല്ലാം തുറന്നു പറയും, അവരെ വളരെയധികം വിശ്വസിക്കും. അവസാനം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവർ നമുക്കെതിരെ ഉപയോഗിക്കും. ചില സമയത്ത് ചിലരിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് സ്നേഹവും കരുതലും ഒക്കെ ആകും. പക്ഷെ നമുക്ക് ഏറ്റവും വലിയ പണി തരുന്നതും അവരായിരിക്കും. ഇത്തരം അവസ്ഥകളിലൂടെ ജീവിതത്തിൽ എപ്പോഴേലും കടന്നുപോയിട്ടുണ്ടോ? ചതിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുന്ന നിമിഷം അത് ഉൾക്കൊള്ളാൻ കഴിയാതെ നമ്മൾ നിന്നുപോകും. അതൊരു വലിയ മുറിവായി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. സൈക്കോളജിയിൽ ഇതിനെ ബിട്രയൽ ട്രോമ എന്നാണ് പറയുന്നത്. ഇത് വെറുമൊരു വേദന മാത്രമല്ല, അത്ര നാള് കൊടുത്ത വിശ്വാസം മുഴുവൻ ഒറ്റയടിക്ക് തകരുമ്പോഴുണ്ടാകുന്ന ഒരു ഡീപ്പ് ഫീലിംഗ് ആണ്. ജീവന് തുല്യം സ്നേഹിക്കുന്ന പങ്കാളി ചതിക്കുമ്പോഴും ഏറ്റവും ആവശ്യമുള്ള സമയത്ത് സ്വന്തം കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന അച്ഛനമ്മമാരും കൂടെ നിന്ന് ചതിക്കുന്ന സുഹൃത്തുക്കളും ഒക്കെ തരുന്നത് ഈ ബിട്രയൽ ട്രോമയാണ്. ഇത് നമ്മളെ വല്ലാതൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ കൊണ്ടെത്തിക്കും. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ആ മൊമെന്റിൽ പോലും വേദനിപ്പിച്ച വ്യക്തിയെ പൂർണ്ണമായും വെറുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാകില്ല. നമ്മൾ സ്വയം ഡൗട്ട് ചെയ്യാൻ തുടങ്ങും. ഇനിയിപ്പം നമ്മുടെ കുഴപ്പമാണോ, നമുക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. അവിടെയാണ് ശരിക്കുമുള്ള ഡാമേജ് ആരംഭിക്കുന്നത്. ബിട്രയൽ ട്രോമ വളരെ സീരിയസ് ആയി നമ്മളെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. മറ്റൊരാളെ സ്നേഹിക്കാനും വിശ്വസിക്കാനും നമുക്ക് ബുദ്ധിമുട്ട് തോന്നി തുടങ്ങും. പലപ്പോഴും അൺസേഫ് ആയിട്ട് ഫീൽ ചെയ്യും. ബട്ട് വി ഷുഡ് മൂവ് ഓൺ. നിങ്ങളെ ഒരാൾ ചതിച്ചു എന്നതിനർത്ഥം നിങ്ങൾ മോശക്കാരനാണ് എന്നതല്ല. മറ്റൊരാളുടെ ബിഹേവിയർ ഒരിക്കലും നിങ്ങളുടെ ഐഡന്റിറ്റിയായി തെറ്റിദ്ധരിക്കരുത്. പലപ്പോഴും ഉണ്ടായ മുറിവിൽ നോക്കിയിരുന്ന് ജീവിതം കളയുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. ഇനി എനിക്ക് ആരെയും വിശ്വസിക്കാനും സ്നേഹിക്കാനും ഒന്നും കഴിയില്ല എന്ന ചിന്ത കൊണ്ട് വലിഞ്ഞു മുറുകിപ്പോകുന്നവർ. പക്ഷെ ഓർക്കുക, നിങ്ങളുടെ സെൽഫ് വർത്ത്, വാല്യൂ ഇതൊന്നും മറ്റൊരാളുടെ കൈകളിലല്ല, അത് നിങ്ങളുടെ ഉള്ളിലാണ്. താങ്ക് യു.